എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2104 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടെ ആചരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടർമാരെന്ന നിലയ്ക്കും ഈ ഭൂമിയിലെ ജീവജാലങ്ങൾ ഒരു വിഭാഗം എന്ന നിലയ്ക്കും പരിസ്ഥിതിയെക്കുറിച്ച് ബോധം ഉണ്ടാകേണ്ടതാണ്. മാത്രവുമല്ല, ആരോഗ്യത്തിന്റെ നിലനിൽപ്പിനും രോഗാവസ്ഥയിൽ നിന്ന് മാറി ആരോഗ്യാവസ്ഥയിൽ എത്താനും പരിസ്ഥിതിക്ക് വളരെയധികം റോളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മരുന്നുകളുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും പരിസ്ഥിതി ആവശ്യമാണ്. നല്ല പരിസ്ഥിതി ആവശ്യമാണ്. ഈ പറഞ്ഞ പോലെ കാർബൺ എമിഷൻ, എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആധുനിക സങ്കേതങ്ങൾ അടുത്ത കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് തന്നെയാണ് IFPH ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ശ്രീ ഷാലു രാജനെ ക്ഷണിക്കുന്നു. ഷാലു ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഷാലുവിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ആണ് സ്വാഗതം. ശരി. വളരെ പരിസ്ഥിതിയുടെ ഡോക്ടർ പച്ച നിറത്തിൽ വന്നിരിക്കുന്നു. ഡോക്ടറെ ശരി, അറിയാമോ ഡോക്ടറെ? സ്വാഗതം പറയും. നന്ദി മനോജ് ഡോക്ടറെ. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി നടത്തുന്ന ലോക പരിസ്ഥിതി ദിനം പ്രത്യേക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് നമ്മുടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോയമ്പത്തൂർ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ സദേൺ റീജിയണൽ സെന്റർ സീനിയർ റിസർച്ച് ഫെലോ മിസ് നവ്യ എസ് മാഡത്തെ IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞോളൂ. ഇന്ന് നമ്മോടൊപ്പം ആശംസ അറിയിക്കുന്നതിനായി എത്തിയിരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ മനോജ് IB സാറാണ്. കൊച്ചിയിലെ വൈപ്പിൻ ദ്വീപിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറായ അദ്ദേഹം കമ്പ്യൂട്ടർ പെരിഫറൽസ് കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയറായി 1992 മുതൽ 2021 വരെ ജോലി ചെയ്തു. 1997 വൈപ്പിനിൽ എടവനക്കാട്ടുള്ള സ്വന്തം വീടിന് ചുറ്റും 1.5 ഏക്കർ സ്ഥലത്തും 2020 വൈപ്പിനിൽ അയ്യമ്പള്ളി എന്ന സ്ഥലത്ത് 80 സെന്റിലും ഓരോ മിനി ഫോറസ്റ്റ് സൃഷ്ടിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കുന്നു. എക്സിബിഷനുകൾ നടത്തിയും സീഡ് ഫെസ്റ്റിവൽ നടത്തിയും അതോടൊപ്പം കൃഷിയെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് സാർ. വിത്തുകൾ കളക്ട് ചെയ്യുകയും സീഡ് ബാങ്ക് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ മേഖലകളിൽ ഏകദേശം 10 അവാർഡുകൾ സാർ കരസ്ഥമാക്കിയിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ബട്ടർഫ്ലൈ പാർക്ക് അതുപോലെയുള്ള അനേകം പ്രവർത്തനങ്ങൾ സാർ നടത്തുന്നുണ്ട്. അതുപോലെ വിത്തുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. ബട്ടർഫ്ലൈ പാർക്ക്, ഹെർബൽ ഗാർഡൻസ്, സീക്രട്ട് ഗ്രോവ്സ്, ബാംബു ഗ്രോവ്സ്, മാംഗ്രോവ് ഫോറസ്റ്റ്, അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ മനോജ് IB സാറിനെ IFPHന്റെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് പ്രഭാഷണം പരിസ്ഥിതിയും ആരോഗ്യവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നതിനായി എത്തിയിരിക്കുന്നത് നമുക്കെല്ലാം പരിചിതനായ ആയുർവേദ വകുപ്പിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഷർമദ് ഖാൻ ഡോക്ടറാണ്. രോഗിയാകാൻ എത്ര ധൃതി എന്ത്, മരുന്ന് മാത്രമാണോ ചികിത്സ, രോഗം ഏതെന്നറിയണ്ടേ എന്നീ 3 ആരോഗ്യ ലേഖനങ്ങളുടെ രചയിതാവ് കൂടിയായ ഷർമദ് ഖാൻ ഡോക്ടറെ IFPHന്റെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത് ഹോമിയോപ്പതി വകുപ്പ് മെഡിക്കൽ ഓഫീസറായ ഹേമശേഖർ ഡോക്ടർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അറിയിക്കുന്നു. ഷർമദ് ഖാൻ ഡോക്ടറിനെയും സ്വാഗതം ചെയ്യുന്നു. ലോക പരിസ്ഥിതി ദിനം പ്രത്യേക പരിപാടിയുടെ സംഘാടകനും മോഡറേറ്ററും കൂടിയായ ഹോമിയോപ്പതി വകുപ്പ് റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറും ചീഫ് മെഡിക്കൽ ഓഫീസറായ GS മനോജ് ഡോക്ടറെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ഹോമിയോപ്പതി സ്നേഹികളെയും ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാൻ വളരെ യങ് ആയിട്ടുള്ള ടാലന്റ് ആയിട്ടുള്ള വളരെ ആക്റ്റീവായിട്ട് 2 വ്യക്തികളെ നമുക്കിന്ന്
ഉദ്ഘാടനത്തിനും ആശംസയ്ക്കുമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സലിംകുമാർ ഡോക്ടറെ പ്രത്യേകിച്ച് ഡോക്ടറുടെ ഒരു കടപ്പാടുണ്ട്. ഉദ്ഘാടന ചടങ്ങിലേക്കായിട്ട് ശ്രീമതി മിസ്സിസ് നവ്യ ആയിരുന്നു സലിംകുമാർ ഡോക്ടർ പറയുകയുണ്ടായി. അപ്പം കുടുംബജീവിതത്തിൽ എല്ലാ ആശംസകളും നേർന്നതോടൊപ്പം മിസ്സിസ് നവ്യയെ സ്വാഗതം ചെയ്തു. പ്ലീസ്. താങ്ക് യു. നമസ്കാരം. സമയപരിമിതി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പറയാം. അപ്പോൾ ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. അതായത് പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കാലാവസ്ഥയ്ക്ക്, നമ്മുടെ ഭാവിക്ക്. ഇതാണ് ഈ വർഷത്തെ തീം വേൾഡ് എൻവയോൺമെന്റൽ ഡേയുടെ. അപ്പോൾ ഈ വർഷത്തെയും തന്നെയല്ല, എല്ലാ വർഷത്തെയും തീം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ എൻവയോൺമെന്റൽ ഡേക്ക് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഇതൊരു ടോക്ക് പോലെ തരാനായിരുന്നെന്നാണ് ആയിരുന്നെങ്കിൽ എൻ്റെ കാടനുഭവങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് പറയാമായിരുന്നു. പക്ഷെ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഏറ്റവും പ്രിസൈസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ വിഷയം സസ്യശാസ്ത്രമാണ്. ബോട്ടണിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഫീൽഡ് വർക്ക് മുഴുവനും കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ കേരള, തമിഴ്നാട്, കർണാടക ഏരിയകളിൽ മാത്രം കാണുന്ന ചോലവനങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ്റെ വിഷയം ബോട്ടണി ആയതുകൊണ്ട് തന്നെ ചെടികളെ കുറിച്ച് പറയുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. എല്ലാ വർഷവും പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ഓരോ വർഷം നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളിൽ എത്രത്തോളം മരങ്ങൾ സർവൈവ് ചെയ്യുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണെങ്കിൽ പോലും ഒരു പരിസ്ഥിതി ദിനത്തിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒരു മരമെങ്കിലും നടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്രയും കാലം സ്കൂളിലാണെങ്കിലും നമ്മുടെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്? പരിസ്ഥിതി ദിനം എന്ന് പറയുന്നു, ഉടനെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പടത്തില് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്റെ സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഒരു മരം ഒരു മരമല്ല എന്ന് വെച്ചാൽ ഒരു മരം ഒരു മരമല്ല എന്ന് പറയുമ്പോൾ അതിന്റെ ടോണിൽ വ്യത്യാസമുണ്ട്. ഒരു മരം എന്നത് ഒരു മരം മാത്രമല്ല എന്ന് വേണം അതിനെ മനസ്സിലാക്കാൻ. അതായത് നമ്മൾ ഒരു മരം നട്ട് പിടിപ്പിക്കുമ്പോൾ അതിനോടൊപ്പം നമ്മൾ അത് സപ്പോർട്ട് ചെയ്യുന്ന അനേകം കോടിക്കണക്കിന് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയധികം ജീവജാലങ്ങൾക്കുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് നമ്മൾ ഒരു മരം നടുന്നതിലൂടെ സൃഷ്ടിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ചിത്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മരത്തിന്റെ വേര് തൊട്ട് അതിന്റെ ശിഖരത്തിന്റെ അഗ്രം വരെയുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ജീവജാലങ്ങൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. നമ്മളടക്കമുള്ള ജീവജാലങ്ങൾ ഈ മരങ്ങളെയും സസ്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മരത്തിന്റെ വേര് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വേരിൽ പലതരത്തിലുള്ള കുമിളുകള്, മൈക്കോറൈസ എന്ന് പറയും, അതിന്റെ വേരുകളുമായിട്ട് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന പലതരത്തിലുള്ള മൈക്രോ ഫംഗസുകള്, ബാക്ടീരിയകള്, അങ്ങനെ മൈക്കോറൈസൽ ഫംഗസുകൾ, അങ്ങനെ പല പല ജീവികൾ ചേർന്നിട്ട് ഓരോ മരങ്ങളെയും നമ്മൾ വീരാൻകുട്ടി മാഷിന്റെ കവിതയിലൊക്കെ പറയുന്ന പോലെ മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു എന്ന് പറയുന്ന പോലെ ഓരോ മരങ്ങളും തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വേരുകളിലുള്ള ഇത്തരത്തിലുള്ള മൈക്കോറൈസൽ ഫംഗസുകളുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഓരോ മരങ്ങളും, ഒരു കാട്ടില് നമ്മൾ കാണുന്ന ഓരോ മരങ്ങളും ഈ രീതിയിൽ മണ്ണിനടിയിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വേരിൽ നിന്ന് തുടങ്ങുകയാണ് ഒരു മരത്തിന് എക്കോസിസ്റ്റത്തിലുള്ള അതിന്റെ റോള്. അതിനുശേഷം നമ്മൾ ഒരു മരത്തിന്റെ ബാർക്ക്, അതിന്റെ ആ ഒരു ഉപരി തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ലൈക്കണുകൾ, പെയിന്റ് അടിച്ചതുപോലെയുള്ള ഫംഗസുകളെ കാണാൻ സാധിക്കും. പലതരത്തിലുള്ള ലൈക്കണുകൾ ഉണ്ടാകും, അതുപോലെ കൂണുകൾ ഉണ്ടാവും, കുമിളുകൾ ഉണ്ടാകും, ബ്രയോഫൈറ്റുകൾ ഉണ്ടാവും, പന്നൽ ചെടികൾ ഉണ്ടാവും, ഓർക്കിഡുകൾ ഉണ്ടാകും, പായലുകൾ ഉണ്ടാവും. ഇതെല്ലാം നിറഞ്ഞ ഒരു സർവാഭരണ വിഭൂഷിതരായിട്ടാണ് നമ്മൾ മരങ്ങളെ കാണുന്നത്. നമ്മൾ കാണുമ്പോൾ ഒരു മരം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ മരത്തിൽ എത്രത്തോളം ജീവികൾ ഉണ്ടെന്ന് ഒന്ന് അടുത്ത് ചെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ജീവികളെ അതിൽ കാണാൻ സാധിക്കും. അതിനോടൊപ്പം ചില്ലകളിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ മരത്തിൽ നമ്മൾ എപ്പോഴും ഒരു മരം കാണുമ്പോൾ അതിലൊരു അണ്ണാറക്കണ്ണനോ അല്ലെങ്കിൽ കാട്ടിലൊക്കെ പോകുമ്പോൾ ഒരു കുരങ്ങോ അല്ലെങ്കിൽ കുറെ അധികം പക്ഷികളോ, ഇപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്നത് മരത്തിൽ പെർട്ടിക്കുലർ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ജീവികളെയാണ്. അതിന്റെ പോതിനുള്ളിൽ ഒരു തത്തയോ അല്ലെങ്കിൽ ഒരു മൂങ്ങയോ
അതിൻ്റെ ബ്രാഞ്ചസിലൂടെ പോകുന്ന പല്ലികൾ, ഓന്തുകൾ, അതുപോലെ പലതരത്തിലുള്ള ഇഴജന്തുക്കൾ, ഉടുമ്പ്, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ജീവജാലങ്ങൾ നമ്മളൊരു മരത്തിനെ അടിമുടി നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു മരം ഒരു മരമല്ല. അപ്പോൾ ഒരു മരം നടുന്നതിലൂടെ നമ്മൾ നമ്മുടെ പരിസ്ഥിതിയിലേക്ക് ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈവൻ നമ്മളൊരു ഇപ്പം ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവര് കൂടുതൽ പേരും ഡോക്ടർമാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു മനുഷ്യ ശരീരം എടുത്താൽ പോലും അതിനൊരു ഹോളോ ബയോം എന്നാണ് പറയുന്നത്. അതായത് ഒരു ജീവിക്ക് ഒരു ജീവി മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് ജീവികളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ സ്കിന്നിലും നമ്മുടെ ഗട്ടിലും, അങ്ങനെ നമ്മളുടെ ഓരോ ശരീരഭാഗത്തും പല രീതിയിലുള്ള ജീവജാലങ്ങൾ വസിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ തന്നെ ഒരു മരം നടുന്ന ഒരു ഇതിലേക്ക് പോകുന്നതും. വർഷങ്ങളായിട്ട് നമ്മൾ പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ തന്നെ മരം നടുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ മരം നടുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് കുറച്ചെങ്കിലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പറഞ്ഞുതരാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കൂടാതെ മറ്റ് പലതരത്തിലുള്ള ക്ലൈമറ്റ്, ഈ വർഷത്തെ തീമിനോട് ചേർന്ന് പറയാനുള്ളത് ക്ലൈമറ്റ് ആക്ഷൻ ആണ്. ഇപ്രാവശ്യത്തെ തീമെന്ന് നമ്മൾ ആദ്യം പറയുകയുണ്ടായി. ഈ മരങ്ങൾക്ക് വലിയ തോതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അവരുടെ ശരീരത്തിൽ ശേഖരിച്ചു വെക്കാൻ സാധിക്കും. അതുപോലെ മണ്ണൊലിപ്പിനെ തടയുന്ന വേരുകൾക്ക് മണ്ണൊലിപ്പിനെയൊക്കെ തടയാനും ലാൻഡ് സ്ലൈഡുകൾ പോലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് വരാതെ ഇതിനെ പിടിച്ചു വെക്കാനും ഒക്കെയുള്ള കഴിവും ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ തന്നെ മരം വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നത്. കഴിഞ്ഞ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ ഒരു തീം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പൊല്യൂഷന് എതിരെ ഉള്ളതായിരുന്നു. അപ്പൊ എൻ്റെ ഈ ഒരു 10 മിനിറ്റത്തെ ഈ സംഭാഷണത്തിലൂടെ നമ്മളെല്ലാവരും സാധാരണക്കാരായ ആളുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ പോളിസി മേക്കേഴ്സും അല്ലെങ്കിൽ ഡയറക്ട്ലി ഇത്തരം UN-ലോ മിനിസ്ട്രിയിലോ ഒന്നും ഇടപെടുന്ന മനുഷ്യരല്ലെങ്കിൽ പോലും സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ നമുക്കൊരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരേ ഒരു കാര്യം, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഒരേ ഒരു കാര്യം മാത്രം പറയാം. നമ്മൾ വീട്ടിൽ പലതരത്തിലുള്ള പ്ലാസ്റ്റിക് പാക്കറ്റുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എപ്പോഴും കോമൺ ആയിട്ട് ആളുകൾ അതിന്റെ കവറ് പൊട്ടിക്കുന്നത് ഇതുപോലെ, കോർണർ ഇതുപോലെ മുറിച്ചിട്ടാണ് അതിന്റെ കവറ് പൊട്ടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ചെറിയ ട്രയാങ്കുലർ പീസ് പലപ്പോഴും നമ്മൾ ഈ ഹരിത കർമ്മസേനയ്ക്കോ അല്ലെങ്കിൽ റീസൈക്ലിങ്ങിനോ ഒക്കെ ഈ പ്ലാസ്റ്റിക് കൊടുക്കുമ്പോൾ ഈ ഒരു ചെറിയ ട്രയാങ്കുലർ പോർഷൻ നഷ്ടപ്പെട്ടു പോവുകയും അത് പിന്നീട് നമ്മുടെ വെള്ളത്തിലോ മണ്ണിലോ ഒക്കെ ചേർന്നിട്ട് മൈക്രോ പ്ലാസ്റ്റിക്കുകളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭാഷണത്തിലൂടെ ഒരു ചെറിയ സ്റ്റെപ്പ് നമ്മൾ സാധാരണക്കാരെന്ന നിലയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു പ്ലാസ്റ്റിക് കവർ മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ കോർണർ മുറിക്കാതെ അതിനെ ഇങ്ങനെ പാരലൽ ആയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു കാര്യം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ ഈ ഒരു സിമ്പിൾ കാര്യത്തിലൂടെ വലിയ ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ആ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ ഈ ഒരു അവസരം പറയാൻ വേണ്ടി ആഗ്രഹിക്കാണ്ട് സുഹൃത്തുക്കളോടും പലരോടും പറഞ്ഞപ്പോൾ എല്ലാവരും അത് സ്വീകരിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ്. പക്ഷെ അതിന് വലിയ ഇമ്പാക്റ്റ് ആണുള്ളത്. നമ്മുടെ പസഫിക് സമുദ്രത്തിൽ ഗ്രേറ്റ് ഗാർബേജ് പാച്ച് ഒക്കെ ഉണ്ടായി അത് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയാൽ വലിയ കാര്യം തന്നെ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ടും പറയുകയാണ്. നന്ദി, നമസ്കാരം. വളരെ നന്ദി. തീർച്ചയായിട്ടും നവ്യ ഈ വേദിയിൽ വീണ്ടും വരിക. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ അറിവ് സമൂഹത്തിലേക്ക് പകരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഡോക്ടർമാരെന്ന് പറഞ്ഞ വിഭാഗം ധാരാളം ആൾക്കാർക്ക് പലതരത്തിലുള്ള അറിവുകൾ പകർന്നു കൊടുക്കേണ്ടത് കൂടിയാണ്. അപ്പൊ അവരുടെ തലച്ചോറിലേക്ക് ധാരാളം അറിവുകൾ എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് IFPH വളരെ വ്യത്യസ്തമായ മേഖലകളിലൂടെ കടന്നു പോകുന്നത്. വളരെ നന്ദി. നേരത്തെ പറഞ്ഞതുപോലെ പരിസ്ഥിതിയുമായി ബന്ധമുണ്ട്. ഈ പറഞ്ഞ പോലെ നേച്ചേഴ്സ് ലോ, പ്രകൃതി നിയമം തന്നെയാണ് ഹോമിയോപ്പതി ഉപയോഗിക്കുന്നത്. പക്ഷെ ആസ് സച്ച് അല്ല, അതിന് മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് മോഡിഫൈ ചെയ്തിട്ടാണ് ഹനുമാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ നന്ദി. പങ്കെടുത്തതിന് കഴിവ് തുടരുക. ഇനി ആശംസാ പ്രസംഗമാണ്. ആശംസാ പ്രസംഗത്തിനായിട്ട് ഈ പറഞ്ഞ പോലെ സ്വന്തമായ വനങ്ങൾ ഉണ്ടാക്കിയ ശ്രീ IB മനോജിനെ ആദരപൂർവ്വം ക്ഷണിക്കുക. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ.
ഓക്കെ. അപ്പൊ ഏ, ഏ, എല്ലാവർക്കും നമസ്കാരം. ആ, ഞാൻ വീഡിയോ എനിക്ക് ബാൻഡ്വിഡ്ത്തിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു വീഡിയോ ഓഫ് ആക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല, ആയിക്കോളൂ ആയിക്കോളൂ. ഓക്കെ. ഓക്കെ. അപ്പൊ ആ, ആ, എന്റെ വീട് എടവനക്കാടാണ്, വൈപ്പിൻ. അപ്പൊ ഏ, ഇങ്ങനെ ഒരു പ്രസംഗത്തിന് ക്ഷണിച്ചതിൽ നന്ദിയുണ്ട്. ആ, പ്രധാനമായിട്ടും ഞാനൊരു വിത്ത് ശേഖരിക്കുന്ന ഒരാളാണ്. അതോടൊപ്പം ഒരു ചെറിയ ചെറിയ ഇക്കോസിസ്റ്റംസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുട്ടിവനങ്ങളും ജലഭോദ്യാനങ്ങളും മുളങ്കാടുകളും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നേരത്തെ നവ്യ പറഞ്ഞ പോലെ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനാണ് എൻ്റെ ശ്രമം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കൂടുതലും ഈ ഇപ്പോൾ സ്കൂളുകളും കോളേജുകളും പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അടിസ്ഥാനപരമായിട്ട് എന്താണ് ഒരു ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. അത് എനിക്ക് തോന്നുന്നു മുതിർന്നവർക്കും അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോയെന്ന് എനിക്ക് എനിക്ക് പലപ്പോഴും അധ്യാപകർക്കും ഇത് കുട്ടികളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം ഒരു ജൂൺ 5-ന് ഒരു തൈ നടുന്നത് മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നുണ്ട്, ക്യാമ്പസിലെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ 365 ദിവസം കുഞ്ഞു കുഞ്ഞു പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതോടൊപ്പം നമ്മുടെ നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മുടെ ലാൻഡ്സ്കേപ്പിലേക്ക് എങ്ങനെ ബയോഡൈവേഴ്സിറ്റി കൊണ്ടുവരാം, അത് ഓരോ വ്യക്തിക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മുറ്റത്തുള്ള മരങ്ങൾ അല്ലെങ്കിൽ കളകൾ, പാഴ്മരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇല്ലാതാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പച്ചപ്പ് ഇല്ലാതാക്കുന്ന കാര്യമാണ് കൂടുതൽ പേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാട്ടിലായാലും നമ്മുടെ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് പ്ലാസ്റ്റിക് പെറുക്കി മാറ്റാം, പക്ഷെ ഈ പച്ചപ്പ് ഇല്ലാതാക്കുന്നത് നോട് നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ഈ തൊഴിലുറപ്പ് ന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ക്യാമ്പസുകൾ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രയോജനമുള്ള ഇപ്പൊ ഈ ജൂൺ ജൂലൈ മാസത്തില് സ്വാഭാവികമായിട്ട് മുളച്ചു വരുന്ന സസ്യങ്ങളൊക്കെ നമ്മൾ ഈ വൃത്തിയുടെ ഭാഗമായിട്ട് ഇല്ലാതാക്കുന്നുണ്ട്. പിന്നെ തീയിടുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ജൈവവൈവിധ്യം ഒരു പരിധി വരെയെങ്കിലും സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആരോഗ്യം എന്ന് പറയുമ്പോൾ മണ്ണിന്റെ ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യം. അപ്പൊ ഒരു ഹെൽത്തി സോയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ജൈവവസ്തുക്കൾ കത്തിക്കുന്നത് ആദ്യം നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ പൊതുവെ നമ്മൾ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ചവറടിച്ച് കൂട്ടി തീയിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. അതോടൊപ്പം നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങൾ വെറും പുല്ല്, കളകൾ അല്ലെങ്കിൽ പാഴ്മരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇല്ലാതാക്കുന്നുണ്ട്. അപ്പം അതിന് പകരം ഈ നമ്മൾ കാണുന്ന ഇപ്പൊ നമ്മൾ ഈ ബട്ടർഫ്ലൈ പാർക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന പാഴ്മരങ്ങളും ഈ പല കുഞ്ഞു ശലഭങ്ങളെ ഹോസ്റ്റ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ പുൽവർഗ്ഗങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പല സ്കൂളുകളിലും പോകുമ്പോൾ ചുറ്റുമുള്ള പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി തീയിടും. അതിനുശേഷം ഒരു ശലഭോദ്യാനം ഒരുക്കാൻ അവർ ശ്രമിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിയുന്നത്ര സ്കൂളുകളിൽ നമ്മൾ പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾ കൂടുതൽ വൃത്തിയാക്കണ്ട, നമ്മളെപ്പോഴും ആഡ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ, ഒന്നും റിമൂവ് ചെയ്യരുത്. ഇൻവേസീവ് ആയിട്ടുള്ള സ്പീഷീസ് ഒക്കെ റിമൂവ് ചെയ്യാം, അല്ലാതെ നമ്മൾ ഉള്ള സസ്യങ്ങൾ റിമൂവ് ചെയ്യരുതെന്നുള്ള കാര്യം ഇപ്പൊ നമ്മൾ സ്കൂളുകളിലൊക്കെ പറയാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനുള്ള സ്പേസ് ഒരുക്കുകയാണ്. ക്ലാസ് എടുക്കുന്നതിന് പകരം ക്ലാസ് മുറികളിൽ നിന്ന് കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു 10-12 വർഷമായിട്ട് സ്കൂളുകളും കോളേജുകളും കയറി ഇറങ്ങുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ക്ലാസ് എടുപ്പ് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല, കുട്ടികൾക്കും. അപ്പൊ അതിന് പകരം ഇപ്പൊ നമ്മുടെ സ്പേസിലേക്ക് കുട്ടികളെ കൊണ്ടുവരികയും സ്പേസ് ഒരുക്കുകയാണ്. പ്രധാനമായിട്ട് എക്സ്പീരിയൻഷ്യൽ ലേണിംഗിൽ സ്പേസ് ഒരുക്കുകയും നമ്മൾ കൂടുതൽ സംസാരിക്കൂല. അതായത് ക്ലാസ് എടുക്കുന്ന പരിപാടി നിർത്തിയിട്ട് നമ്മളെ നമ്മൾ ഒരുക്കിയിട്ടുള്ള ഇടത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരികയും അതിലൂടെ കടന്നു പോകുന്ന കുട്ടിക്ക് ഈ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുകയും ചെയ്യും. അതാണ് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ സംസാരം കുറയ്ക്കുകയും ആക്ടിവിറ്റികളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ കുട്ടിക്ക് ഇത് പിടികിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു വിഷയം പോലെ പരിസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബോറിംഗ് ആണ്. പിന്നെ വൈപ്പിന് ഞാൻ ഇതും കൂടി പറഞ്ഞ് നിർത്താം. എൻ്റെ വീട് എടവനക്കാടാണ്, വൈപ്പിൻ ദ്വീപിലാണ്. വൈപ്പിൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ദ്വീപില് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഗ്രാസ് റൂട്ട് എന്ന ഒരു കൂട്ടായ്മയുണ്ട്. കടപ്പുറത്ത് കടൽഭിത്തിക്ക് പകരമായിട്ട് ഒരു ബയോഫെൻസ് ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പൊക്കാളി ഫാമിംഗ് വർക്ക്ഷോപ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരു തലമുറയെ എക്യുപ്പ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അവരെ കർഷകരാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രകൃതി സംരക്ഷണം എന്ന വാക്ക് തന്നെ ശരിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് പ്രകൃതിയെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അറിയുള്ളൂ മനുഷ്യന്. അപ്പോൾ മനുഷ്യനെ എങ്ങനെ പ്രകൃതി സംരക്ഷിക്കും? അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വേണ്ടത് മാത്രം എടുക്കുക, എടുക്കുന്നത് തിരികെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഗുരു എന്ന് പറയുന്നത് പ്രൊഫസർ ജോൺ സി ജേക്കബ് ആണ്. മാഷ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇക്വൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് മാഷ് പറഞ്ഞിരുന്നത്. അപ്പോൾ കുറെ കൂടി ലളിതമായിട്ട് ജീവിക്കാനും മറ്റുള്ള ജീവജാലങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും നമുക്ക് ശ്രമിക്കാം. അതാണ് എനിക്ക് വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് IFPH നടത്തുന്ന ഈ വെബിനാറിന് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സാർ അങ്ങനെ പറഞ്ഞത്. ലോകമേ തറവാട് തനിക്ക് പുഴുക്കളും പുൽക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന് വള്ളത്തോള് പാടിയ പോലെ ആ ഒരു ബോധം. യഥാർത്ഥത്തിൽ ഇവിടെ കുറ്റക്കാരെന്ന് പറയുന്നത് മാതാപിതാക്കൾ തന്നെയാണെന്ന് പറയേണ്ടി വരും. മാത്രമല്ല ആർത്തിയാണ്, പഠിക്കുന്നതിനുള്ള വെപ്രാളമാണ്, പഠിച്ചെല്ലാം അങ്ങ് നേടാമെന്നുള്ളൊരു വെപ്രാളത്തിൽ പോവുകയും അവസാനം +2 കൂടി കുട്ടികളുടെ ജീവിതം ദുരന്തത്തിൽ കലാശിക്കുകയും പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയും പിന്നെ കൗൺസിലിങ്ങിനായിട്ട് ഓടുകയും ചെയ്യുന്ന ഭ്രാന്തി പിടിച്ച സമൂഹത്തെയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങയുടെ വാക്കുകൾ സമൂഹം ശ്രവിക്കട്ടെ. അതിൽ നിന്ന് എല്ലാവർക്കും മാറ്റമുണ്ട്. സബ്കോ സന്മ ദേ ഭഗവാന് പ്രാർത്ഥിക്കാം. ഡോക്ടർ ഷർമദ് ഖാനെ ആദരപൂർവ്വം പ്രഭാഷണത്തിൽ ക്ഷണിക്കും. ഷർമദ് ഖാൻ പ്ലീസ്. എന്നെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. പരിസ്ഥിതി ആരോഗ്യവും വരൂ. ശരി. IFPHന്റെ 2104 ദിവസത്തെ ഈ ഒരു പ്രഭാഷണ പരമ്പരയ്ക്ക് എല്ലാവിധ ആശംസയും നേരുന്നു. അതോടൊപ്പം തന്നെ 2 നല്ല വർത്തമാനങ്ങളാണ് ഇവിടെ കഴിഞ്ഞത്. രണ്ടുപേരും വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തന്നിരിക്കുന്ന വിഷയം പരിസ്ഥിതിയും ആരോഗ്യവും എന്നുള്ളതാണ്. വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ നല്ല പരിസ്ഥിതി നല്ല ആരോഗ്യം, മോശം പരിസ്ഥിതിയാണെങ്കിൽ മോശം ആരോഗ്യം. സിമ്പിൾ, വളരെ സിമ്പിൾ. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് പറയുവാനുള്ളത്. എന്നാൽ ഈ പറഞ്ഞു വന്നിരിക്കുന്ന പോലെ ഇപ്പം നവ്യ പറഞ്ഞ കാര്യമായാലും അതിനുശേഷം പറഞ്ഞ ആശംസാ പ്രാസംഗികൻ പറഞ്ഞ കാര്യമായാലും ഒക്കെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തിൽ ഇവർ പറയുന്ന പോലെ ഇപ്പം മരം വെറും മരമല്ല എന്ന് പറയുന്നത് പോലെ ഒരു വലിയ മരവും അതിൻ്റെ ആശയവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു അതാണ് നമ്മുടെ എയിം, അതാണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമായ ഒരു ചെടി നടുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ദിനത്തിൽ. അതല്ലാതെ അതിൻ്റെ അപ്പുറം ചിന്തിക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ ഒന്നും തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തുന്നില്ല എന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന് സർക്കാരിൻ്റെ അധീനതയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു മരം ലേലം ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ സർക്കാർ തരുന്നൊരു നിർദ്ദേശം, നിങ്ങളൊരു മരം വെട്ടി നശിപ്പിക്കുമ്പോൾ നിങ്ങളൊരു 10 ചെടികൾ അവിടെ പകരം നടണമെന്നുള്ളതാണ്. ഈ മരം നിന്ന സ്ഥലത്ത് തന്നെ 10 ചെടികൾ നടും. ഈ ഒരു മരം നിന്ന് അത് വെട്ടിക്കളയുന്ന അതേ സ്ഥലത്ത് അത്രയും സ്ഥലമേ ഉള്ളൂ. അത്രയും സ്ഥലത്ത് ഈ ഒരു വാഗ്ദാനം നിറവേറ്റുവാൻ വേണ്ടി, ഈ എഗ്രിമെന്റ് നിലനിർത്തുവാൻ വേണ്ടിയിട്ടും അത് പാലിക്കുവാൻ വേണ്ടിയിട്ടും 10 ചെടികൾ നടും. ആ 10 ചെടികൾ നടുമ്പോൾ ഈ നശിപ്പിച്ചത് പുളിയാണെങ്കിൽ പകരം നടുന്നത് ആടലോടകമായിരിക്കും. അങ്ങനെ ചെറിയ സംവിധാനത്തിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ ഈ പറഞ്ഞ ആവാസ വ്യവസ്ഥയും എല്ലാം തെറ്റിപ്പോകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നമുക്ക് ഈ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ ചർച്ച വന്നിട്ടുള്ളൊരു കാര്യമാണ് വൺ ഹെൽത്ത് അഥവാ ഏകാരോഗ്യം. അത് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ പറയുന്ന ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ലോക പരിസ്ഥിതിയിൽ നമ്മൾ പരിഗണിക്കേണ്ടുന്ന എല്ലാവിധ ജീവജാലങ്ങളുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഒരു ചെടി അല്ലെങ്കിൽ മരം മാത്രം നട്ട് പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാനാകുമോ എന്ന് നമ്മൾ ഉയർത്തേണ്ടുന്ന ഒരു ചോദ്യമായി മാറിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഒരു ചെടിയോ മരമോ നടുമ്പോൾ നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ഓടകൾ, അതിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പൊ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അത് പരിഹരിക്കുവാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ? കടൽ തീരങ്ങൾ, അതിൻ്റെ ഒരു പിന്നെ ഈ നിലവിലുള്ള അവസ്ഥ മനസ്സിലാക്കുന്നുണ്ടോ? കടലിൻ്റെ പരിസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? കായലിൻ്റെ പരിസ്ഥിതി എത്രമാത്രം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടോ?
തെരുവുകൾ നമുക്ക് ചുറ്റിലും കാണുന്ന, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന തെരുവുകളുടെ ഇന്നത്തെ അവസ്ഥ എത്രമാത്രം മാറിയിരിക്കുന്നു. കച്ചവട സ്ഥാപനങ്ങളിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും നല്ല പരിസ്ഥിതി ഉണ്ടാക്കുവാൻ വേണ്ടി, അതിലൂടെ നല്ല ആരോഗ്യം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്, അതേ ലാഭേച്ഛയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് നല്ല പരിസ്ഥിതി ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം. അതല്ലാതെ മരം വെച്ച് പിടിപ്പിക്കൽ മാത്രമായി മാറരുത് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ മനുഷ്യന്റെ ഒരു സങ്കുചിതത്വം എന്ന് പറയുന്നത് എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. എല്ലാം ഉണ്ടെങ്കിലേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് മനുഷ്യന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തും നശിപ്പിക്കും എന്നൊക്കെയുള്ള ചിന്താഗതികൾ, വളരെ വളരെ സ്വാർത്ഥതയുള്ള ചിന്താഗതികൾ ഇന്ന് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. പിന്നെ നമുക്കിപ്പം ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഹോമിയോപ്പതിയിലായാലും ആയുർവേദത്തിലായാലും ഒക്കെ ആവശ്യമായിട്ടുള്ള നല്ലൊരു ശതമാനം കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ധാതുക്കളെ ഒക്കെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ശുദ്ധതയോടുകൂടി നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അവയെ ഉപയോഗപ്പെടുത്തുകയും വേണം. അവയെ ഉപയോഗപ്പെടുത്തി കൂടെ നിർത്തണം എന്ന് പറയുമ്പോൾ അത്രയും നമ്മുടെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ, മക്കളെ നമ്മൾ സംരക്ഷിക്കുന്നു, അവർ നമുക്ക് സംരക്ഷണം നൽകുന്നു, നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന ചെടികളായാലും ഏത് പരിസ്ഥിതിയായാലും വെള്ളമായാലും ശുദ്ധവായുവായാലും ഒക്കെ ഇവയെല്ലാം തന്നെ നമ്മൾ അവയെ ഉപയോഗപ്പെടുത്തുന്നതിനൊപ്പം അവയെ സംരക്ഷിക്കുക കൂടി ചെയ്യണം. ചെടികളെ നമ്മൾ ഈ നമുക്ക് ചുറ്റും കാണുന്ന പരിസ്ഥിതിയിലുള്ള പലതിനെയും പറിച്ചെടുത്ത് മരുന്നുകളാക്കി രോഗത്തിന് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കൾട്ടിവേഷനെ മറന്നു പോകരുത്. നിലവിലുള്ളതെല്ലാം നശിപ്പിച്ചിട്ട് കൾട്ടിവേഷൻ ഇല്ലാതിരുന്നാൽ അതിന് വളരെ വില കൊടുക്കേണ്ടി വരും നാളൊരു കാലത്ത്. അതുകൊണ്ട് പ്രിസർവേഷനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കൾട്ടിവേഷനും എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഈ ട്രോപ്പിക്കൽ റിസർച്ചിന്റെ ഒരു ആവശ്യകത പണ്ട് കാലത്ത് പലരുടെയും മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഡോക്ടർ എം എസ് വല്യത്താൻ പോലെയുള്ള ആൾക്കാർ അതിനുവേണ്ടി വളരെ വാദങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ നിലവിലുണ്ടാകുന്ന ഒരു പ്രാദേശികമായി ഉണ്ടാകുന്ന രോഗങ്ങൾ, ആ പ്രാദേശികമായി ഉപയോഗിക്കേണ്ടുന്ന മരുന്നുകൾ, ആ രോഗങ്ങളെ അകറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭക്ഷണം, ഇവയിലൊക്കെ ശരിയായ റിസർച്ച് വേണം എന്ന് വാദിച്ച വളരെ ചുരുക്കം ശാസ്ത്രജ്ഞന്മാരേ ഉള്ളൂ. അതല്ലെങ്കിൽ തന്നെ ശാസ്ത്രജ്ഞന്മാരുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യക്കാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ വളരെ കുറച്ചുപേരെ, അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു സംഗതിയെ വളർത്തുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. അതല്ലാതെ അവരുടെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്ന് പിന്നെ ഇവിടെ റിസർച്ച് നടത്തിയിട്ടുള്ള ആൾക്കാരാണ് പലപ്പോഴും കൂടുതലായിട്ടുള്ളത്, കൂടുതൽ കണ്ടിട്ടുള്ളത്. എന്നാൽ മറ്റു പല രാജ്യങ്ങളിലും നടന്നിട്ടുള്ള ട്രോപ്പിക്കൽ റിസർച്ച് കേരളം പോലെയുള്ള, ഇന്ത്യ പോലെയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും നടന്നിട്ടില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് റിട്ടയർ ചെയ്തത്. അവിടെ ഞാൻ വർക്ക് ചെയ്ത ആശുപത്രി ഒരു 5 ഏക്കർ സ്ഥലമാണ്. അവിടെ ഞാൻ 144 മരങ്ങൾ എന്ന് വെച്ചാൽ ഔഷധ മരങ്ങൾ ഉൾപ്പെടെ QR കോഡ് നമ്മൾ ഒരെണ്ണം തയ്യാറാക്കി മരത്തിൽ വെച്ചിട്ട് അതിൽ നമ്മുടെ ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മരത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഔഷധ മരത്തിനെ കുറിച്ച് വിക്കിപീഡിയയിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഇത് കാണുന്നവർക്ക് കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അതോടൊപ്പം അവിടെയുള്ള സ്കൂൾ കുട്ടികളെയും NSSന്റെ വോളണ്ടിയേഴ്സിനെയും ഒക്കെ വിളിച്ചിട്ട് ട്രീ വാക്ക്, മരനടത്തം അല്ലെങ്കിൽ വൃക്ഷനടത്തം, ഇങ്ങനെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അത് ആൾക്കാരിലേക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത്തരം അവയർനെസ്സുകൾ കുറെ കൂടി ഈ മറ്റേ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. നമ്മളൊരു ചെമ്പരത്തി ചെടി നടുമ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗമുണ്ട്, അതിന്റെ പൂവ് കൊണ്ട് എന്ത് ഉപയോഗമുണ്ട്, അതിന്റെ ഇലകൾ കൊണ്ട് എന്ത് ഉപയോഗമുണ്ട്, വേരുകൾ കൊണ്ട് എന്ത് ഉപയോഗമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുകയും നമ്മൾ ബാക്കിയുള്ളവരെ കൂടി അത് പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയും നമ്മുടെ മറ്റു തലമുറയിലുള്ള അടുത്ത തലമുറയിൽ വരുന്ന ആൾക്കാരൊക്കെ തന്നെ ഇതും കൂടെ കേട്ട് മനസ്സിലാക്കുകയും കണ്ട് മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അവർക്കൊരു ചെമ്പരത്തി ചെടിയുടെ ആവശ്യം വരുന്നുള്ളൂ. ഞാൻ പറയുന്ന ഇതാണ്, അവർക്ക് ആ ചെമ്പരത്തി ചെടി ആവശ്യം വരണമെങ്കിൽ അതിന്റെ ഉപയോഗം അവർ കൂടി ഉപയോഗിച്ചൊരു പരിചയം ഉണ്ടാകണം. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകളിലും ഉപയോഗിക്കുന്ന അതിവിടയം എന്ന് പറയുന്ന സാധനം, അത് അക്കോണിറ്റം ഹെറ്ററോഫിലം എന്ന് പറയുന്നതാണ്. ഹിമാലയ സാനുക്കളിലൊക്കെയാണ് അത് കാണുന്നത്.
ഈ അക്കോണിറ്റം ഹെട്രോഫില്ലത്തിന്റെ 1 കിലോയുടെ വില എന്ന് പറയുന്നത് ഇപ്പൊ ഏതാണ്ട് ഒരു 14,000 രൂപ വരും. അതിനു പകരം ഇവിടെയുള്ള ആചാര്യന്മാർ കേരളത്തിൽ ഈ അക്കോണിറ്റം ഹെട്രോഫില്ലത്തിന് പകരം അല്ലെങ്കിൽ അതിവിടയത്തിന് പകരം ഉപയോഗിക്കുന്ന മുത്തങ്ങ എന്ന് പറയുന്ന ഒരു മരുന്നാണ്. മുത്തങ്ങ കുറെ കൂടി വില കുറഞ്ഞൊരു സാധനമാണ്. ഒരു കിലോയ്ക്ക് ഒരു 10, 250, 300 രൂപയെ വില വരത്തുള്ളൂ. സൈപ്രസ് റോട്ടൻഡസ് എന്നാണ് അതിന്റെ പേര്. ഇത്തരത്തിലുള്ള റിസർച്ചുകൾ, ഇത്തരത്തിലുള്ള പകരം ഉപയോഗിക്കാവുന്ന ദ്രവ്യങ്ങൾ, അതേ ഗുണമുള്ള, അതേ വീര്യമുള്ള, അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ദ്രവ്യങ്ങൾ ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഒരു സംവിധാനം കൂടി ഈ ചർച്ചകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ടെങ്കിലും അത് കാലികമായിരിക്കണം, പ്രാദേശികമായിരിക്കണം. അതായത് ഇപ്പോൾ എന്നെങ്കിലും എവിടെയെങ്കിലും കാലിഫോർണിയൻ ആപ്പിൾ ഇവിടെ കൊണ്ടൊന്ന് ഉപയോഗിച്ചാൽ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന പേരക്കയുടെ ഗുണം പോലും, ഇവിടെ വിളയുന്ന പേരക്കയുടെ ഗുണം പോലും കിട്ടണമെന്നില്ല. അതുകൊണ്ട് അത് മാത്രമല്ല, നമ്മൾ ഇന്ന് ഇവിടെ ഉപയോഗിക്കേണ്ടുന്ന ഒരു ദ്രവ്യത്തെ വീണ്ടും നമ്മൾ എത്രയെങ്കിലും കാലം പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉപയോഗിച്ച് സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ഒരിക്കലും കിട്ടാത്ത ഒരു സ്ഥലത്തേക്കോ, ഇതൊന്നും ഒരിക്കലും കിട്ടാത്ത ഒരു സ്ഥലത്തേക്കോ, ഇത് കിട്ടാത്തൊരു സീസണിലേക്കോ കൊണ്ടുവന്ന് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ദോഷങ്ങളെ ഉള്ളതുകൊണ്ട് ആരോഗ്യത്തെ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അത് കാലികവും പ്രാദേശികവുമായിരിക്കുവാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വീണ്ടും വരുന്നു. ഞാൻ എല്ലാം എനിക്ക് വേണ്ടി ഞാൻ എന്തിനേയും നശിപ്പിക്കുക എന്നുള്ള ഒരു വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി, ആ പ്രവൃത്തിയാണ് മാറേണ്ടത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ ലഘുവായ വാക്കുകളിൽ അങ്ങ് പ്രസംഗം ഉപസംഹരിച്ചു. ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടോടുകൂടി അറിഞ്ഞാൽ കൊള്ളാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഹെർബൽ പ്രിപ്പറേഷൻസ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ധാതു ലവണങ്ങളാണ്. ഇവയെല്ലാം തന്നെ നമുക്കിപ്പോൾ കിട്ടുന്നത് ഒന്നുകിൽ ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിലൊരു ആയുർവേദ ഔഷധം, ഒരു കഷായം, അതുപോലുള്ള മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. ഒരു പക്ഷേ ഏതെങ്കിലും മരുന്നിന്റെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്, ഉദാഹരണം എഫിഡ്രിൻ എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ആൽക്കലോയിഡ്, അങ്ങനെയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ചെടി മൊത്തത്തിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഔഷധയോഗ്യ ഭാഗം എന്ന് പറയുന്നതിന്റെ വേര് മാത്രമായിട്ട് ഉപയോഗിക്കാം. കുറുന്തോട്ടി എന്നൊക്കെ പറയുന്നതിന്റെ വേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെ കേരളത്തിലുള്ള ഒരു വൈദ്യൻ അവരുടെ രോഗികൾക്ക് വേണ്ടി ഒരു കഷായം ഇട്ട് കൊടുക്കുന്നതിന് ഈ കുറുന്തോട്ടിയുടെ വേരാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ, വേരാണ് ഉപയോഗിക്കുവാൻ ആചാര്യൻ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രഭാഗം ആവശ്യപ്പെടുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്നത് ആ ചെടി മൊത്തത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആ വേരിൽ മാത്രമാണുള്ളതെങ്കിൽ മറ്റൊരിടത്തു നിന്നും ഇത് കിട്ടത്തുമില്ല. എന്നാൽ ഈ ഇത്രയും വില കൊടുത്ത് വാങ്ങി, കാരണം ഇവിടെ കൾട്ടിവേഷൻ ഇല്ല, വില കൊടുത്ത് വാങ്ങിക്കുന്ന സാധനത്തിന്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കൂടി ചേർത്ത് ഇവിടെ ഔഷധം നിർമ്മിക്കേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം, ഇപ്പൊ മാൻകൊമ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾ ആയുർവേദ ഔഷധത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ്. അതിനാൽ ഇത് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ മൃഗശാലകളിൽ. പക്ഷേ മാൻകൊമ്പ് ഉപയോഗിക്കുവാൻ സാധിക്കില്ല, നിയമം അതിന് അനുശാസിക്കുന്നില്ല. അത് നമ്മൾ മാറ്റിവെക്കുന്നു. പകരം ഇല്ലാത്ത മാൻകൊമ്പ്, എവിടെന്നെങ്കിലും മാൻകൊമ്പാണെന്ന് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളെ കൊന്ന് മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്ന സാധനം ഇത് മാൻകൊമ്പാണ്, ഇത് അതിനെ ഭസ്മമാക്കിയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പൊ മരുന്നിനെ എഫക്റ്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു. ഇങ്ങനെ നമുക്കിവിടെ ഉള്ള സാധനങ്ങൾ പോലും നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നില്ല. ഉദാഹരണത്തിന് വേറൊരു കാര്യം കൂടി, നമ്മൾ നറുനീണ്ടി സർബത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ നറുനീണ്ടി സർബത്ത് എന്ന് പറയുന്ന സ്ഥലം, നറുനീണ്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ ഒരു കിലോ നമുക്ക് നറുനീണ്ടി ഒന്ന് കിളച്ച് എടുക്കണമെങ്കിൽ ഒരു ദിവസം 1300 രൂപ, ഇപ്പൊ 1500 രൂപ ബംഗാളിക്ക് കൊടുക്കണം, എങ്കിലേ ഏകദേശം 1 കിലോ കിട്ടും. അതേസമയം ഈ അഗസ്ത്യാർ വനം പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി ഒരു പൊടിയിൽ വെച്ച് ഈ പിന്നെ അവിടെ മാഹാളി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ നറുനീണ്ടി പോലെ തന്നെയാണ് അതിന്റെ മണവും ഗുണവും രുചിയും അതിന്റെ ഈ ചേരുന്ന അതിന്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് നല്ല മണം പോലുമുണ്ട്. ഈ സാധനം ഒരു കൊടിൽ വെച്ച് ഇങ്ങനെ വളച്ച് അതിനെ വലിച്ചു ഊരിയെടുത്താൽ ഒരൊറ്റ പ്രാവശ്യം ഊരിയെടുക്കുമ്പോൾ തന്നെ അതിൽ 3-4-5 കിലോ വരുന്ന ഈ റൈസോം ഉണ്ട്, റൂട്ട്സ് ഉണ്ട് ഇതിന്റെ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്താണോ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അഭാവദ്രവ്യം എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ അതിവിടയത്തിന് പകരം മുത്തങ്ങ എന്ന് പറയുന്നത് ആചാര്യൻ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന അതേ ഗുണങ്ങൾ അതേ സ്വഭാവത്തിലുള്ള മറ്റൊരു പ്രദേശത്ത് വളരുന്ന ഒരു സാധനം. ഇതല്ല, ഇത് ഏകദേശം സിമിലാരിറ്റി ഉള്ള, ഏകദേശം അതേ മണമുള്ള, ഇപ്പോ ഇരട്ടി മധുരത്തിന് പകരം മറ്റേ ആൾക്കാർ വായിലിട്ട് ചവയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ വേരിന് ഇരട്ടി മധുരത്തിന് മാത്രമല്ല, നമ്മളെ
ഈ ഗുഞ്ച എന്ന് പറയും, കുന്നിക്കുരു. ആ വെള്ളക്കുന്നി വളരുന്ന അതിന്റെ റൂട്ടിനുമുണ്ട് ഇതേ രുചി. ആൾക്കാർ അത് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അനാരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആയുർവേദത്തിന്റെ മറവിലും ഔഷധ നിർമ്മാണത്തിന്റെ മറവിലും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള സംഗതികൾ ഇല്ലാത്തത് കൊണ്ടും അവ നട്ടുപിടിപ്പിക്കാത്തത് കൊണ്ടുമാണ്. അപ്പൊ മനുഷ്യന് ഏറ്റവും താല്പര്യമുള്ളത് അവന് ഏറ്റവും ലാഭം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് മാത്രം തിരിയുന്നു. ഈ പറഞ്ഞ ആരോഗ്യമോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഇപ്പോൾ പലരും ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പരിസ്ഥിതിയിലുള്ള ദോഷങ്ങൾ ആരോഗ്യത്തെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്നുള്ളത് നമ്മുടെ വിഷയമല്ലേ? തീർച്ചയായിട്ടും അതെന്താ കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഓടകളുടെ കാര്യമോ അല്ലെങ്കിൽ റോഡുകളുടെ കാര്യമോ ഒക്കെ പറയുന്നില്ലേ, എന്താണ് എക്സ്ട്രീം ക്ലൈമറ്റ്സിൽ ഇത്രയും അലർജിക് രോഗങ്ങൾ ഉണ്ടാകുന്നത്? ഏറ്റവും കൂടുതൽ ചൂട് അടിച്ചിട്ട് പൊടികൾ കൂടുന്നതും ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സമയത്ത് ഈ നമ്മുടെ വീടിന്റെ ചുവരുകളിൽ വളരുന്ന ഫംഗസിലെ സ്പോറുകളും ഒക്കെ അലർജിക്ക് ഉണ്ടാക്കുന്നുണ്ട്. അലർജി റൈനൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസിനെയൊക്കെ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം അനാരോഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. നമ്മൾ ഇതൊന്നും വൃത്തിയാക്കുന്നില്ല, നമ്മൾ ഇതൊന്നും കാണുന്നില്ല. പകരം നമ്മൾ ആകെ ചെയ്യുന്നത് മരങ്ങൾ വെക്കുന്നു, അതല്ലെങ്കിൽ സ്കൂളുകളിൽ മാത്രമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു, മറ്റൊരു ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇതൊരു കാര്യങ്ങൾ അപ്പൊ അങ്ങനെ ആചാരങ്ങളായി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരിക്കലും ഒരു ശരിയായിട്ടുള്ള ഒരു നല്ലതിന് വേണ്ടിയിട്ടുള്ള പ്രവണതയല്ല. പകരം നേരത്തെ നമ്മുടെ ആശംസാ പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഈ ഒരു ദിവസത്തെ പരിപാടി എന്നുള്ളത് 365 ദിവസവും നമ്മൾ അതിന്റെ ഭാഗമാകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക മാത്രമേ നിവൃത്തിയുള്ളൂ. അത് ഓരോ തലത്തിൽ നിൽക്കുന്നവർക്കും പല വിധത്തിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നത്. അത് പക്ഷെ പരമാവധി ചെയ്യുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കും. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് പോളിസി വോക്കൽ ഫോർ ലോക്കൽ, അത് തന്നെയാണ് പ്രധാനം. ഓരോ പ്രദേശത്തുള്ളത് തന്നെയാണ് അതാത് പ്രദേശത്തുള്ള ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കേണ്ടെന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. ശരിക്കും ഭക്ഷണ കാര്യത്തിൽ അത് തന്നെയല്ല ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത കാലത്ത് ഒരു പ്രവണത ഉണ്ട്, ഏതെങ്കിലും മാഗസിൻ നോക്കിയിട്ട് വിദേശങ്ങളിലുള്ള വളരെ വില കൂടിയ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇറക്കുമതി ചെയ്ത് കൊണ്ട് കഴിക്കുന്ന ടെൻഡൻസി ഉണ്ട്. അതിനെ എങ്ങനെയാ കാണുന്നത്? ആ ഒരു ഈ ഓട്സും പാസ്തയും ഒക്കെ ഇപ്പൊ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത, നമുക്ക് രുചിച്ചാലും മണത്താലും ഒക്കെ ഭയങ്കര അറപ്പ് തോന്നുന്ന കുർക്കുറെ പോലെയുള്ള സാധനങ്ങൾ പോലും ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഈസി അവൈലബിലിറ്റി എന്ന് പറയുന്നതും അതല്ലെങ്കിൽ പിന്നെ ഈസി ടു കുക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലും ഒക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് ഒരു കാര്യം. ഞാൻ പറയട്ടെ, കഞ്ഞി അതിന്റെ ഇപ്പൊ ഉദാഹരണത്തിന് കഞ്ഞി ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ പ്രഷർ കുക്കറിൽ വെച്ച് കഞ്ഞി വേവിച്ച് കുടിക്കുകയാണെങ്കിൽ ഷുഗർ കൂടും. അപ്പൊ അതുകൊണ്ട് ഇവരെന്ത് പറയും, കഞ്ഞി കുടിച്ചാൽ ഷുഗർ ആണെന്ന് പറയും, എല്ലാവർക്കും ഷുഗർ ആണെന്ന് പറയും. അതുപോലെ തന്നെയാണ് തവിടുള്ള അരി അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ തന്നെ ഷുഗർ കൂടാം, ഗ്ലൈസീമിക് ഇൻഡെക്സിന്റെ പ്രശ്നം വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആൾക്കാരെല്ലാം തന്നെ ഈ ഈസി ടു കുക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗകര്യമായിട്ട് അവർ കാണുന്നത് ഈ പിന്നെ പകരം മറ്റു മാർഗങ്ങൾ കഞ്ഞിയൊക്കെ അങ്ങ് ഒഴിവാക്കി വെച്ചിട്ട് പിന്നെ ഓട്സ് പോലെയുള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇത് കുടിക്കുന്നവർക്കാണോ കൊടുക്കുന്നവർക്കാണോ ഏറ്റവും സൗകര്യം എന്നുള്ളതൊന്ന് ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കഞ്ഞി ഉണ്ടാക്കണം, അതിന് കറി ഉണ്ടാക്കണം, അതിന് അത്രയും സമയം ഗ്യാസ് വേണം. ഇതൊന്നും വേണ്ട. അപ്പൊ കൊടുക്കുന്നവർക്കാണ് കൂടുതൽ സൗകര്യമെന്ന് കാണേണ്ടതുണ്ട് എന്നുള്ളതും അതുകൊണ്ട് തന്നെ അത് മറ്റു മാർഗങ്ങൾ നോക്കണമെന്നും ആണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. അതല്ലാതെ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ ആശുപത്രിയിലൊക്കെ കിടന്നിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വല്ല പ്രോട്ടീൻ പൗഡറും കിട്ടുമോ എന്നാണ് നോക്കുന്നത്. ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇത്രയും പിന്നെ ബുദ്ധിമുട്ടി ആഹാരം പാചകം ചെയ്യുന്ന സംഗതികളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് അവിടുന്ന് ഡോക്ടർ നിർദ്ദേശിച്ച പ്രോട്ടീൻ പൗഡർ അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഒന്നീ വയറിളകി നിവൃത്തിയില്ലാതെ വീണ്ടും ആശുപത്രിയിലോട്ടാകുക, അല്ലെന്നുണ്ടെങ്കിൽ മലം പോകാതെ വീണ്ടും ആശുപത്രിയിലാകുക. ഇതൊക്കെ തന്നെ സംഭവിക്കുന്നു. അപ്പം പരിസ്ഥിതി ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പരിസ്ഥിതി സംരക്ഷണം അവനവന്റെ ശരീര സംരക്ഷണത്തിൽ തന്നെ പ്രാധാന്യമുണ്ട് എന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കിനി ചർച്ചയിലേക്ക് കടക്കാം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമുള്ള ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ശൈല ഡോക്ടർ എന്ത് പറയുന്നു? വീഡിയോ ഓണാക്കാതെ സംസാരിക്കാം മനോജ് ഡോക്ടറെ. പിന്നെന്ത്. ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മളെ സൂം പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നതിന് മനോജ് ഡോക്ടർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇന്ന് അതോടൊപ്പം ഇന്ന് നമ്മുടെ ഉദ്ഘാടക നവ്യ മാഡം വളരെ
ചെറിയ ആളാണെങ്കിലും ഒരുപാട് വലിയ കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ അതിശയിച്ച് കേട്ടോണ്ടിരുന്നതാണ്. ആ മരം കണ്ടിട്ട് ഞാനിങ്ങനെ അതിശയിച്ചിരുന്നത്. നമ്മൾ ഒരു മരം എന്ന് നിസ്സാരമായി കാണുമെങ്കിലും ആ മരത്തിന് പ്രാധാന്യമുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ മരങ്ങളും ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. പക്ഷെ ആ മരത്തിൽ കണ്ട കാഴ്ച കണ്ടപ്പോൾ എൻ്റെ തന്നെ കണ്ണ് തള്ളിപ്പോയി. ഇത്രയും ഞാൻ ചിന്തിച്ചില്ല. അപ്പോഴേ ഒരു മരത്തിനോട് എനിക്ക് ഒരുപാട് ബഹുമാനം ഇപ്പൊ തോന്നിയാണ്. കാരണം അതിന്റെ അടിമുടി വേര് തൊട്ട് തലപ്പ് വരെ എത്ര ജീവജാലങ്ങളാണ് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഇനി എല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ വിലപ്പെട്ട രീതിയിൽ വേണം വൃക്ഷങ്ങളെ കാണാനും അതിനെ നിസ്സാരമായി മുറിച്ചു മാറ്റുന്നതും ഒക്കെ. അപ്പോൾ എല്ലാ വർഷവും നമ്മളിപ്പോൾ ഗവൺമെന്റ് സർവീസിലൊക്കെ ഇരിക്കുമ്പം ഞാൻ പഞ്ചായത്തിനോട് ചേർന്ന ഒരു ഡിസ്പെൻസറിയിലാണ് വർക്ക് ചെയ്തത്. എല്ലാ ജൂൺ 5-നും കുറെ തൈകളും ഈ മരങ്ങളുടെ തൈകൾ ഇങ്ങനെ പഞ്ചായത്തിൽ വന്ന് നിറയും. അത് ആൾക്കാരെല്ലാം പിച്ചിപ്പറിച്ച് കൊണ്ടുപോകണതാണ്. ഇനി അത് ഇത്രമാത്രം അത് ഉപയോഗപ്പെടുത്തുന്നു, അത് മരങ്ങളായി വളരുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വയ്യ. പിന്നെ അതുപോലെ തന്നെ ഈ മറ്റേ നമ്മുടെ ആശംസാ പ്രസംഗം പറഞ്ഞ സാറ് പറഞ്ഞ പോലെ ഈ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നെങ്കിൽ ഇപ്പം നമ്മളെ കേരളത്തിൽ അത്രയും റബ്ബറാണ്. ഈ റബ്ബറിൽ ഈ ആവാസ വ്യവസ്ഥകളൊക്കെ ഉണ്ടാവുമോ ഉള്ളത് എനിക്ക് സംശയമാണ്. അതേസമയം നമ്മുടെ തനതായ പണ്ട് മുതലേ ഉള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് കൊണ്ടേ ഈ പറഞ്ഞ ഗുണം ഉണ്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ആ സാറിനോടുള്ള ഒരു സംശയം, ഈ ഓരോ പുല്ലും നമ്മളെ വീട്ടുവളപ്പിലൊക്കെ ആണെങ്കിൽ ഈ പുല്ലുകൾ ഒന്നും നശിപ്പിക്കാതിരിക്കുമ്പോൾ നമുക്കത് ഇഴജന്തുക്കളുടെ ശല്യവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. എങ്കിലും എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ റബ്ബറെല്ലാം മുറിച്ച് കളഞ്ഞ് എന്നെ കൊണ്ടൊക്കുന്ന മരങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കുകയും അവയെ പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടം ഉള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ ആയാലും വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ അതൊക്കെ ചെയ്യാറുമുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കഴിവതും കുറച്ച് ഉപയോഗിച്ച് ഈ ഉള്ള പ്ലാസ്റ്റിക് കൊണ്ട് വീണ്ടും നമ്മൾ അതുകൊണ്ട് തന്നെ പോയി സാധനങ്ങൾ മേടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ എല്ലാവരോടും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഈ കടക്കാർ തന്നെ പറയുന്നത് നിങ്ങൾ പിന്നെ പ്ലാസ്റ്റിക് കവർ വേണ്ടെന്ന് പറയുന്നു. പക്ഷേ ഓരോന്നിനും ഓരോ പ്ലാസ്റ്റിക് കവർ കൊടുത്തില്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നാണ് പറയുന്നത്. എത്രയോ ബോധവൽക്കരണങ്ങളൊക്കെ നമ്മൾ കൊടുത്തതാണ്. അതൊന്നും ആൾക്കാർ അത് ഇതാവുന്നില്ല. അപ്പോൾ ഇനിയും അപ്പോൾ ഈ പരിസ്ഥിതി ദിനത്തിൽ ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു പരിസ്ഥിതി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കും. ഓക്കെ, തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ശരിക്കും ചെയ്യേണ്ടത് റീസൈക്ലിംഗ് ആണ് സംവിധാനം നോക്കുക എന്നുള്ളതാണല്ല. വളരെ ഉപയോഗമുള്ള സാധനമാണ്, അതിനെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അതിൽ ദോഷകരമായ വസ്തുക്കൾ ഒഴിവാക്കാൻ കഴിയുന്ന ആലോചിക്കുക. ദശഭൂപ സമാവാപി 10 പുത്രന്മാർക്ക് തുല്യ ഒരു വൃക്ഷം എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ അത്രത്തോളം പ്രാധാന്യം ഭാരതീയർ അതിന് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കും അതിനെക്കുറിച്ച് കൂടുതൽ ബോധം ഉണ്ടാകേണ്ട ആവശ്യമാണ്. ഒരു തലമുറയ്ക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടും അൺഎയ്ഡഡ് സ്കൂളിലും പോലെ വ്യാപിച്ചതിന്റെ ഫലമായിട്ടും ഒരുപാട് അമുൽ ബേബികൾ ഉണ്ടാവുകയും നമ്മുടെ നാട്ടിൽ സംസ്കാരം മാറി മറിയുകയും ചെയ്യുന്ന ദുരന്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹരിഹരൻ സാർ എന്ത് പറയുന്നു? സാർ ഒരുപാട് പരിസ്ഥിതിയെ കുറിച്ച് നിരീക്ഷിക്കുന്ന വ്യക്തമായ അഭിപ്രായമുള്ള ഒരാളാണ്. സാർ പ്ലീസ് അൺമ്യൂട്ട് ചെയ്യണം. ശരി സാർ. പരിസ്ഥിതിയെ കുറിച്ച് വാതോരാതെ സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആകപ്പാടെ 24 സെന്റ് സ്ഥലമാണ്. അതിലൊരു 5 സെന്റ് വീടിന് പോയി കഴിഞ്ഞാൽ ബാക്കി സ്ഥലം മുഴുവൻ എൻ്റെ പറമ്പിലുണ്ടത് കേട്ടാൽ നിങ്ങൾ അതിശയം വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ വർഷം 12,000 രൂപയുടെ മുരിങ്ങയ്ക്കയാണ് വിറ്റത്. എല്ലാവർക്കും കൊടുത്തതിന് ശേഷം, എൻ്റെ വീട്ടുകാർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുത്ത ശേഷം 12,000 രൂപയുടെ മുരിങ്ങയ്ക്ക, അതായത് 500 രൂപ തൊട്ട് ഇങ്ങോട്ടേക്ക് ലാസ്റ്റ് കൊടുക്കുമ്പം 50 രൂപ. പിന്നെ ഇത് കൂടാതെ എൻ്റെ രോഗികൾക്ക് എല്ലാം ഞാൻ കൊടുത്തു. അതൊന്ന്. രണ്ടാമത് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് കണ്ടാൽ അതിൽ ചേമ്പുണ്ട്, പാളയംകുടം വാഴയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ചേന, ഇഞ്ചി ഇഷ്ടം പോലെ. എല്ലാ വർഷവും ഈ മഞ്ഞൾ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കാറില്ല. ഞങ്ങളത്
ഞാൻ എൻ്റെ പറമ്പിൽ നിന്ന് തന്നെ എടുത്ത് ഉണക്കി പൊടിച്ച് ആ മഞ്ഞളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കൂടാതെ മിക്കവാറും എല്ലാം ഉണ്ട്. ചെറുനാരങ്ങയുണ്ട്. അതുപോലെ തന്നെ എന്താ ഇതൊന്നുമല്ല, ഞാൻ ഒരു കല്ല് കെട്ടി ഈ 24 സെന്റ് സ്ഥലത്തില് ഏതാണ്ട് 10 മീറ്റർ നീളം 8 മീറ്റർ വീതിയിൽ കരിങ്കല്ല് കെട്ടി ഞാൻ ഈ മഴ പെയ്യുന്ന എൻ്റെ വെള്ളം ഞാൻ അതിനകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ധാരാളം മീനുകളുണ്ട്. ഞാൻ ചെല്ലുമ്പം നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ മീനുകളൊക്കെ വന്ന് നിൽക്കും. അതിന് തീറ്റ വീട്ടിലെ തന്നെ ഈ തീറ്റ വാങ്ങിക്കുന്ന തീറ്റയുണ്ട്. അതിന് കൊടുക്കും. അത് പിന്നെ ഇത് കൂടാതെ നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ എപ്പോഴും സങ്കടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഓമനിച്ച് വളർത്തി ഈ ചൊട്ടയെല്ലാം പൊട്ടി തേങ്ങയൊക്കെ ആയി വരുമ്പം ചെല്ലി എന്ന് പറയുന്നൊരു മഹാവിപത്തുണ്ട്. അവൻ കയറിയാൽ മണ്ടമറിയുമ്പോഴേ നമ്മൾ അറിയും. അങ്ങനെയൊക്കെ ചില നമ്മളെ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ തീർപ്പിച്ച് പറയുന്നു, ഈയിടെ എൻ്റെ ഒരു തെങ്ങ് തൈ പോയിട്ട് ഞാൻ ഈ അഗ്രോ കെയർ വാങ്ങിച്ച് ഒഴിച്ച് ആ തൈക്ക് ഇപ്പം മണ്ട വന്നിരിക്കുന്നു. എൻ്റെ പറമ്പിൽ നിൽക്കുന്ന എല്ലാ ചെടികൾക്കും പിന്നെ ഈ പച്ചക്കറികൾക്കും ഹോമിയോ മരുന്നാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ ഉപയോഗിക്കണം. അത് കൂടാതെ തന്നെ നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. എൻ്റെ വീടിൻ്റെ തൊട്ട് പുറകിൽ എനിക്കൊരു കിളിച്ചുണ്ടമ്മാവുണ്ട്. ധാരാളം മാങ്ങ എല്ലാവർക്കും കൊടുക്കലാണ്, അല്ലാതെ അതൊന്നും വിൽക്കലില്ല. എല്ലാ ദിവസവും എനിക്ക് ചമ്മന്തി അരയ്ക്കാൻ ആ മാവ് എനിക്ക് ഇഷ്ടംപോലെ മാങ്ങ തരും. അതുകൂടാതെ 2 ഒട്ടുമാവുണ്ട്. ഇന്ന് വൈകിട്ടും ഞാൻ അതിലെ ഒരു ഒട്ടുമാവിലെ മാങ്ങ കഴിച്ചിട്ട് വാസ്തവത്തിൽ തേൻ മാറി നിൽക്കും അതിൻ്റെ രുചി. അതിന് അണ്ടിയില്ല, ചെറിയൊരണ്ടിയേ ഉള്ളൂ, വളരെ വലിപ്പമുള്ളത്. പക്ഷെ അതിലധികം ഉണ്ടാകത്തില്ല, 10-20 എണ്ണേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഉണ്ടാകുന്നത് ഒരു മാമ്പഴം ഏതാണ്ട് 1 കിലോ കാണും. അത്ര നല്ല മാമ്പഴമാണ് ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറെ മാമ്പഴമുണ്ട്. മാമ്പഴ സീസണ്. പിന്നെ ഇതിനകത്ത് ഈ ഡോഗ് ഒരാൾ പറഞ്ഞില്ലേ, ഷമാദ് ഖാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ നാട്ടില് വളരുന്ന സാധനങ്ങൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ദൂരെ നിന്ന് വരുന്നത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാകുന്ന പേരയ്ക്ക, എൻ്റെ പേരയ്ക്ക വലിയ പേരയ്ക്ക, ആ പേരയ്ക്കയുടെ സീസണിൽ ഇഷ്ടംപോലെ പേരയ്ക്ക ഉണ്ടാകും. അത് കുറച്ചൊക്കെ കിളികളും തിന്നും, കുറച്ചൊക്കെ ഞങ്ങൾ കഴിക്കും. അത് വെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ അത് പഴുക്കും. ഇത്രയും വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള സാധനം വേറെ ഇല്ല പേര. അതുപോലെ തന്നെ ഈ ചെറുനാരകം എൻ്റെ വീട്ടിലൊരു വലിയ ചെറുനാരകം ഉണ്ടായിരുന്നു. പക്ഷെ അത് അവൻ്റെ കാലം കഴിഞ്ഞു, അവൻ ചത്തുപോയി എന്ന് പറഞ്ഞാൽ അവൻ ഉണങ്ങിപ്പോയി. ഇപ്പോൾ ഒരെണ്ണം പിടിച്ചു വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയി വാങ്ങിച്ചു. നഴ്സറിയിൽ നിന്ന് 500 രൂപ കൊടുത്ത് വാങ്ങിച്ചു. അതിലിപ്പോൾ ചെറുനാരകം പിടിച്ച് കിടപ്പുണ്ട് അതിന്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ചെറുനാരകം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെങ്കിലും വരുമോ, നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് പോയി അത് കൊതിന്നൊരെണ്ണം പിച്ചിയെടുത്ത് നമുക്ക് വെള്ളം കുടിക്കാം. ഇതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ വാതോരാതെ പ്രസംഗിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു കാര്യമില്ല. നിങ്ങളുടെ മുറ്റത്ത് നിങ്ങളൊരു ചേമ്പിന്റെ വിത്ത് കുഴിച്ചു വെക്കുക. ചേന എൻ്റെ പറമ്പിൽ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമുള്ളത് ഒരു 5-8 മൂട് ചേനയുണ്ട്. ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കാനുള്ള ചേന എനിക്കതിൽ നിന്ന് കിട്ടും. അപ്പൊ അതിനൊന്നും വലിയ ചെലവ് വരത്തില്ല. ഇപ്പൊ തന്നെ ഇത് വേണം, ഇതിന്റെ വളങ്ങള് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയൊന്നും വേണ്ട. ഇപ്പൊ ഈ മാവ് തന്നെ, ഈ കിളിച്ചുണ്ടൻ മാവ്, അതിലിഷ്ടംപോലെ മാങ്ങ താഴെ വീഴും. ഞാൻ ആ താഴെ വീഴുന്ന മാങ്ങ അത് ചെത്തി അത് ഒരു ബക്കറ്റിനകത്തിട്ട് വെള്ളം ഒഴിച്ചിടും. എന്നിട്ട് അടച്ചു വെച്ചിട്ട് അതിനകത്ത് ഈ കഞ്ഞിവെള്ളം ഒഴിക്കും. എന്നിട്ട് അതിനകത്ത് കുറച്ച് ശർക്കരയും കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോൾ അത് പുളിച്ച് അത് പിഴിഞ്ഞ് അരിച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നാൽ അത് 1-ാം ക്ലാസ് വളമാണ്. അതിൽ നിന്ന്
ഒരു 1 2 തവി എടുത്ത് വെള്ളം ഒഴിച്ച് ഇതിന് മൂട്ടിലേക്ക് ഒഴിക്കാമെങ്കിൽ. പിന്നെ മുളക്, കാന്താരി എന്ന് പറയുന്ന സാധനം നല്ല ഉണ്ടാവും. കാന്താരി നമുക്ക് മുളക് വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇഞ്ചി, എത്ര ബോക്സ് എത്ര ചട്ടിയിലുള്ള ഇഞ്ചിയാണ് എനിക്ക് ഉള്ളത്. അവിടെ നമ്മൾ ആ സീസൺ ആയി കഴിയുമ്പോൾ ഇഞ്ചി പൂക്കും. ഇഞ്ചി പൂക്ക് കഴിയുമ്പോൾ നമ്മൾ ചിലതെല്ലാം അവിട്ടേക്കും നല്ല ആവശ്യത്തിന് ചെന്ന് നമ്മൾ പറിച്ചെടുക്കും. ഇങ്ങനെ ഈ പിന്നെ ഈ മുരിങ്ങ എന്ന് പറയുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല. മുരിങ്ങ എന്ന് പറയുന്നത് ആ സീസണിൽ ഏതാണ്ട് 1.5 മീറ്റർ നീളം ഉണ്ടാവും ഒരു മുരിങ്ങയ്ക്ക്. 1.5 മീറ്റർ നീളം. അത് എൻ്റെ ടെറസിൻ്റെ മേളിലേക്കാണ് കിടക്കുന്നത്. എൻ്റെ വൈഫോ ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ജോലിക്കാരികളോ ആരെങ്കിലും ചെന്ന് പറിച്ച് കെട്ടുകളാക്കി വിളിച്ചു പറയുമ്പം അവരുടെ കടയിൽ നിന്ന് ആൾ വരും, നമ്മളത് കൊടുക്കും. പറഞ്ഞാൽ അതിശയനിക്ക്. അപ്പം ഇത് കണ്ടിട്ട് ഓരോരുത്തര് ഇതെല്ലാം ആൾക്കാർക്ക് വേറെ പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് ഇങ്ങനെയുള്ള സംഗതിയൊക്കെ കാണുമ്പം എനിക്കും ഇത് ചെയ്യണം ആദ്യം ഒരു വിചാരം. അത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പറയും അത് വേണം ഇത് വേണം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. പിന്നെ അത് കഴിയുമ്പോൾ അവർ ഒന്നും ചെയ്യത്തില്ല. അപ്പം ഈ പരിതസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത്. ഒരു മാമ്പഴം നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് കഴിക്കുന്നതും വേറെ അന്യദേശത്തുനിന്ന് വന്ന് ഇത് ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമാണ്. അതുകൊണ്ട് ഹരിഹരൻ സാറിന്റെ വീട് എവിടെയാണ് സാറേ? അതിലെ കൂടെ എന്റെ വീട് കുറച്ച് മുരിങ്ങയൊക്കെ കിട്ടുമോ നോക്കണം. മുരിങ്ങയ്ക്ക എല്ലാം സീസൺ ടൂറിസം. ഓക്കെ സാറേ, നമുക്ക് വളരെ സന്തോഷം സാർ വിവരങ്ങൾ പങ്കുവച്ചതിന്. നമുക്ക് എബ്രഹാം വൈദ്യൻ ഡോക്ടർക്ക് പോവാം. ഡോക്ടർ എബ്രഹാം വൈദ്യൻ, അത് കഴിഞ്ഞ് മുസ്തഫ സാറിലേക്ക് വരാം. ഡോക്ടർ എബ്രഹാം വൈദ്യൻ അൺമ്യൂട്ട് ചെയ്യാമോ? മുസ്തഫ സാറുണ്ടോ? മുസ്തഫ സാറേ, സാറും ഈ വെറ്റിനറി സർജനാണ്. ധാരാളം ഉണ്ട്. എബ്രഹാം വൈദ്യൻ ഡോക്ടർ സംസാരിക്കാമോ? സംസാരിക്കൂ. അൺമ്യൂട്ട് ചെയ്താൽ മതി. അൺമ്യൂട്ട് ചെയ്യാമോ? കറണ്ട് പോയോ? ഹലോ. കേൾക്കാമല്ലോ. പറയൂ. എനിക്ക് ഇപ്പോൾ ഈ അല്പ ചെടികളും കൃഷികളൊക്കെ ഉള്ളതിനിടയ്ക്ക് കള പോലും പറിക്കാൻ പേടിയാ. കാര്യം ഒറ്റ വൈക്കോൽ വിപ്ലവം എന്നുള്ള ഒരു സംഭവം പണ്ട് കേട്ടതിന് ശേഷം, എത്രയോ വർഷം മുമ്പ് കേട്ടത്, എനിക്ക് എന്തുവന്ന് പോലും ഓർമ്മയില്ല. അതിനനുസരിച്ച് കളകളൊന്നും പറിച്ചു കളയരുത്, അതിനിടയ്ക്കൂടെ വരുന്ന ചെടിയിൽ നിന്ന് ഫലം കിട്ടണം എന്നുള്ള കേട്ടിട്ടുണ്ട്. ഈ പരിസ്ഥിതി ദിനത്തില് അതിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നാൽ കൊള്ളാം. ഓക്കെ സാറേ, നമുക്ക് അല്ല ഡോക്ടർ എബ്രഹാം വൈദ്യൻ, ഈ കളകള് പറിച്ച് കളയരുത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫുക്കുവോക്കയാണ് ഈ ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ ആള്. ജപ്പാൻ. ഈ ജപ്പാനിലെ കാലാവസ്ഥയും ജപ്പാന്റെ ഇതും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും ഇതും തമ്മിൽ ഒത്തിരി വ്യത്യാസമാണ്. ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്നത് ഇതുപോലെ പുല്ല് ഒത്തിരി നിന്ന് കഴിഞ്ഞാല് നമുക്കത് ആവശ്യമില്ലാത്തത് നമ്മളത് കൊത്തിയെടുത്തിട്ട് വളമാക്കണം. അത് എവിടെങ്കിലും ഒരു കുഴി കുഴിച്ച് അത് അതിനകത്ത് ഇട്ടിട്ട് കൂമ്പലും കൂട്ടി അതിന്റെ മുകളിൽ നിങ്ങൾ എന്തെങ്കിലും വെച്ച് നല്ല 1ാം ക്ലാസ് ആയിട്ടുണ്ട്. അതാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം. അദ്ദേഹത്തിന്റെ അത് ഇവിടെ നമ്മൾക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ എത്ര വൃത്തിയാക്കി പറമ്പിട്ടാലും 3 മഴ കഴിയുമ്പോൾ അവിടെ മുഴുവൻ ഈ കളകളായിരിക്കും. ഇതായിരിക്കും. ഈ നമ്മളെ ആളിനെ നിർത്തി കൊത്തിച്ചെടുത്തിട്ട് ഈ രീതി ചെയ്യും. അതെല്ലാം വളവാക്കി മാറ്റാവുന്നതാണ്. സാറേ, നമുക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ട് സാറേ. ശരിയാ. ഓക്കെ, ഇതാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം. എബ്രഹാം വൈദ്യൻ ഡോക്ടറെ, അതാണ് സംഭവം. ഓക്കെ, നമുക്ക് മുസ്തഫ സാറിലേക്ക് പോയിട്ട് പരിപാടി അവസാനിപ്പിക്കും. മുസ്തഫ സാറെ, അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ. കേൾക്കാം സാർ, പറയൂ. സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങള് സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് നടത്തുന്ന, അതിന് നേതൃത്വം നൽകുന്ന മനോജ് ഡോക്ടർ അടക്കമുള്ള സാർ അൺമ്യൂട്ട് ചെയ്യണേ. മ്യൂട്ടായിപ്പോയി. മുസ്തഫ സാർ മ്യൂട്ടായിപ്പോയി. ഹലോ. കേൾക്കാം സാറേ, കേൾക്കാം. പ്രാധാന്യമുള്ള വിഷയങ്ങൾ എടുത്ത്
അത് സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് നടത്തുന്ന മനോജ് സാറിനെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന IFPHന്റെ എല്ലാ സാരഥികളെയും ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. ഞങ്ങള് പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് മടപ്പള്ളി കോളേജിന്റെ പരിസരം ഒരു മൊട്ടക്കുന്നായിരുന്നു. അതിനെ ഞങ്ങള് എല്ലാ തരം സ്പീഷീസുമുള്ള മരങ്ങളുള്ള ഒരു വലിയ കാട് പോലെ ആക്കി തീർത്തിട്ടുണ്ട്. ഈ അടുത്ത് ഒരു 4-5 കൊല്ലം മുന്നേ അവിടെ സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സുവർണ ജൂബിലിക്ക് പോയപ്പോൾ അവിടെ ഇപ്പൊ കാടാണ് ഇഷ്യൂ. അന്ന് നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ അറബിക്കടൽ നേരിൽ കാണാമായിരുന്നു. അവിടെ ഇല്ലാത്ത സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഇല്ല എന്നുള്ളതാണ്. പലതരം മരങ്ങള് അതില് ജീവജാലങ്ങളൊക്കെ വന്ന് അതുവരെ ഒരു ഭൂമിയായി നിന്ന മടപ്പള്ളി കോളേജ് അത് തൊട്ട് പിന്നെ നമ്മൾ ഈ ഇതിലേക്ക് ഹോമിയോപ്പതിയിലേക്ക് അഡോപ്റ്റ് ചെയ്തപ്പോൾ ഇതുപോലെ എല്ലാ ജീവികളെയും സ്പർശിച്ച് അതിൻ്റെ ആരോഗ്യം നിലനിർത്തി പ്രകൃതിയെയും ദോഷകരമായി ബാധിക്കാതെ മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം തന്നെ ചികിത്സിക്കുന്ന ഒരു രൂപത്തിലേക്ക് എത്തിയപ്പോൾ ഈ പ്രകൃതി സംരക്ഷണത്തിന് നമ്മളുടേതായ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. ഹോമിയോപ്പതി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ചെടികൾക്കും മറ്റും കൂടുതൽ നല്ല ഉപകാരപ്രദമാകുന്ന മരുന്നുകളെ കുറിച്ചുള്ള പഠനങ്ങൾ മുന്നോട്ട് പോകട്ടെ. അതിലൂടെ വിഷലിപ്തമായ കൃഷിയും മൃഗസംരക്ഷണവും എല്ലാം തന്നെ ശുദ്ധ പ്രകൃതിയിലേക്ക് മാറുന്ന ഒരവസ്ഥ ഉണ്ടാവും. അടുത്ത ഭാവിയിൽ തന്നെ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ഗവൺമെന്റ് തലത്തിലൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണകളും ഞങ്ങളിൽ നിന്നും ഉണ്ടാവും. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അപ്പോൾ ഈ പറഞ്ഞ ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് പരിപാടി അവസാന സമയമായി വരുന്നു. നന്ദി പറയാൻ ഡോക്ടർ ഹേമ ക്ഷണിക്കും. ഡോക്ടർ ഹേമ. മനോജ് ഡോക്ടറെ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. പറയൂ മനോജ് ഡോക്ടറെ. പറയൂ, കേൾക്കാം. മനോജ് ഡോക്ടറെ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. ഞാനേ പ്രവർത്തിച്ച് വിജയിച്ച ഒരു 3 കാര്യങ്ങൾ കൂടി പറയാം, വളരെ ചുരുക്കി പറയാം. ഒന്ന്, റോഡരികിൽ പപ്പായ നടാം. ആൾക്കാർ ഏറ്റെടുക്കുന്ന ഒരു പരിപാടിയാണ്. രണ്ടാമത്തത്, മുരിങ്ങവേലി നല്ലൊരു കൺസെപ്റ്റാണ്. പ്രത്യേകിച്ചും ആയുർവേദവുമായി ബന്ധപ്പെട്ട നമുക്ക് ഉപയോഗിക്കുന്ന അതിന്റെ ഇലകൾ കൂടി ഉപയോഗിക്കുന്നുണ്ട്, കിരിക്കും മറ്റുമൊക്കെ. അപ്പൊ അങ്ങനെ നമുക്കത് വിജയിപ്പിക്കാൻ പറ്റും. മറ്റൊന്ന്, ഒരു തൈ തരൂ പകരം തരാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങോട്ടൊരെണ്ണം വാങ്ങിക്കുന്നു, ബാർട്ടർ സിസ്റ്റം പോലെ തിരികെ അവർക്ക് ആവശ്യമുള്ള ഒന്ന് അങ്ങോട്ട് കൊടുക്കുന്നു. ഈ രീതിയിൽ ഞാൻ 3 പരിപാടികൾ ചെയ്തിട്ട് 3 നല്ല ഭംഗിയായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, വളരെ നന്ദി. ഡോക്ടർ ഹേമ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചത് സീനിയർ റിസർച്ച് ഫെലോ ആയിട്ടുള്ള ശ്രീമതി നവ്യ എസ് ആണ്. നമ്മളെല്ലാവരും ഈ പരിസ്ഥിതി ദിനത്തിൽ ചെയ്യുന്നൊരു പ്രധാന പ്രവർത്തനം എന്ന് വെച്ചാൽ വൃക്ഷത്തെ നടീല് തന്നെയാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെറും മരമല്ല എന്നുള്ളൊരു വിഷയത്തിൽ ഊന്നി സംസാരിച്ച ശ്രീമതി നവ്യ എസിന് IFPHന്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ പരിസ്ഥിതി ദിനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടിപ്പും മാഡം നമ്മൾക്ക് ഇതിനോടൊപ്പം നൽകുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടുകളിൽ തന്നെ അത് പ്രാവർത്തികമാക്കാവുന്നതാണ്. വാക്കുകൾക്ക് അതീതമായിട്ട് പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടതെന്നും അവ തന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു തരികയും ചെയ്ത പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ആശംസകൾ നേർന്ന ശ്രീ മനോജ് IBക്കും IFPHന്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം ഏകാരോഗ്യം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തി മുഖ്യ പ്രഭാഷണം നടത്തിയ സീനിയർ റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ഷബ്മത് ഖാനോടും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അദ്ദേഹം അവസാനം പറഞ്ഞ ഈ 3 പോയിന്റ് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും നമ്മുടെ വീടിന്റെ അടുത്തും ഒക്കെ നമുക്കിത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഡോക്ടർ സലിംകുമാറിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച് ഡോക്ടർ ഹരിഹരൻ. അദ്ദേഹത്തിന്റെ വീട്ടിലെ കൃഷി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കെല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതിലൂടെ നമ്മുടെ ഓരോരുത്തരുടെ നാവിൻ തുമ്പത്തും
കൊതി ഊറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ആശംസകൾ അർപ്പിച്ച് ഡോക്ടർ എബ്രഹാം വൈദ്യൻ, ഡോക്ടർ മുസ്തഫ, ഡോക്ടർ ഷൈല എന്നിവർക്കും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എല്ലാ പ്രധാനപ്പെട്ട പിടിക്കുകയും അതെല്ലാം ആഘോഷിക്കുന്നതിൽ മുഖ്യമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുകയും ചെയ്യുന്ന റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് സാറിനും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത മറ്റു ഡോക്ടർമാർ, ഹോമിയോപ്പതി ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങി ഓരോരുത്തർക്കും പരിസ്ഥിതി ദിനാശംസകളും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം. താങ്ക് യു. ഞായറാഴ്ച രാത്രി ഇതുപോലെ സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ്. ഭക്ഷ്യസുരക്ഷ അതിനെക്കുറിച്ചുള്ള പ്രഭാഷണമാണ്. വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ്. എല്ലാവരും പങ്കെടുക്കാൻ അപേക്ഷിക്കുന്നു. നാളെ രാത്രി ഇതേ സമയം വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ ശിവരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.